കോൺഗ്രസിൻ്റെ വളരെ നല്ലൊരു വിജയത്തെ, കാരണം ഒരു ചരിത്ര വിജയത്തെ നാണക്കേടാക്കി മാറ്റി എന്ന് വേണം പറയാനായിട്ട്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു നാടകമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. LDF കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ നടത്തിയിട്ടുള്ള ഭരണ നേട്ടങ്ങൾ, ആ ഭരണ നേട്ടങ്ങൾ എടുത്ത് മുൻപോട്ട് വയ്ക്കുന്ന സമയത്ത് അതിനെ മറികടക്കാൻ സാധിക്കുന്ന രീതിയിലുള്ളൊരു മുഖ്യമന്ത്രി കേരളത്തിൽ വന്നിട്ടേ കാര്യമുള്ളൂ. KSRTC യാത്രയെക്കുറിച്ച് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത് 5 കിലോമീറ്റർ വരെയുള്ള യാത്രകൾ മാത്രമായിരിക്കും സൗജന്യമാക്കുക, അതിന് മുകളിലേക്കുള്ള യാത്രകൾ ചാർജബിൾ ആയിരിക്കും എന്നുള്ള രീതി വരുന്നുണ്ട്. വരും ദിവസങ്ങൾ ഏതൊക്കെയായാലും വളരെ ശക്തമായിട്ട് തന്നെ LDF കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകും എന്ന് തന്നെ വേണം നമ്മൾ പ്രതീക്ഷിക്കാനായിട്ട്. പിണറായി വിജയനായിരുന്നു ശരിയെന്ന് കേരളം ഇനി പറഞ്ഞു തുടങ്ങും. നമസ്കാരം. ഇടതുപക്ഷം ഇനി പ്രതിപക്ഷത്തേക്ക്, പിണറായി വിജയൻ തന്നെ നേതൃസ്ഥാനം ഏറ്റെടുക്കുമെന്നാണ് വാർത്തകളൊക്കെ വരുന്നത്. നമുക്കറിയാം, ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ പിണറായി വിജയനെതിരെയുള്ള ഒരു എതിർപ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ കോൺഗ്രസിൽ നടക്കുന്ന കാര്യങ്ങളും നമുക്കറിയാം. ഭരണം ലഭിക്കുന്നതിന് മുന്നേ തന്നെയുള്ള അവരുടെ സാമുദായിക ശക്തികളും വർഗീയ ശക്തികളുമായിട്ടുള്ള ബന്ധങ്ങളും അവിശുദ്ധ കൂട്ടുകെട്ടുകളും എല്ലാം ഇപ്പം തന്നെ വാർത്തയായി വിമർശനങ്ങൾ വരുന്നുണ്ട്. ഇനി ഇങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞൊരു 10 വർഷം കാലം കേരളത്തെ ഇത്തരം ട്രെൻഡുകളിൽ നിന്നും പ്രവണതകളിൽ നിന്നൊക്കെ അകറ്റി നിർത്തുന്നതിൽ പിണറായി വിജയൻ്റെ ശക്തമായ നിലപാടുകൾ സഹായിച്ചിട്ടില്ലേ? അല്ലെങ്കിൽ ഇനിയുള്ള ഒരു 5 വർഷം പിണറായിയുടെ അസാന്നിധ്യം കേരളം അറിയോ? തീർച്ചയായിട്ടും പിണറായി വിജയൻ്റെ ഒരു എതിരായിട്ട് ഒരു വോട്ട് ചെയ്തതിൽ ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പശ്ചാത്താപം ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. സ്വാഭാവികമായിട്ടുള്ളൊരു നടപടിക്രമമാണ് ഈ കോൺഗ്രസിനകത്ത് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ തന്നെയും VD സതീശനും അദ്ദേഹത്തിൻ്റെ PR ടീമും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയും കൂടെ ചേർന്നുകൊണ്ട് കോൺഗ്രസിൻ്റെ വളരെ നല്ലൊരു വിജയത്തെ, കാരണം ഒരു ചരിത്ര വിജയത്തെ നാണക്കേടാക്കി മാറ്റി എന്ന് വേണം പറയാനായിട്ട്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു നാടകമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നലെ AK ആന്റണി പറഞ്ഞു 1936 മുതൽ കോൺഗ്രസ് സർക്കാരുകൾ ഇവിടെ ഉണ്ടായത് ജവഹർലാൽ നെഹ്റുവിൻ്റെയും മഹാത്മാഗാന്ധിയുടെയും കാലഘട്ടത്തിൽ വരെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ട് കേരളത്തിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതൊന്നുമല്ല, അന്നത്തെ കാലഘട്ടത്തിൽ പോലും ഇങ്ങനത്തെ ഒരു രീതിയിൽ ആളുകൾ തെരുവിലിറങ്ങുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക, ഈ മതങ്ങൾ അടിസ്ഥാനത്തിൽ ഭൂരിപക്ഷ ന്യൂനപക്ഷം എന്നുള്ളൊരു വേർതിരിവുണ്ടാക്കി, ഒരു ധ്രുവീകരണം ഉണ്ടാക്കി തെരുവിലിറങ്ങി VD സതീശന് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിക്കുന്ന ഒരു കാഴ്ച, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെ മുഖ്യമന്ത്രിയാക്കണം എന്നും പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന ഒരു കാഴ്ച നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ല. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ സംസ്കാരത്തിന് തന്നെ ഇതായിട്ടുള്ള രീതിയിലാണ് ഈ കോൺഗ്രസ്സുകാരുടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രവർത്തനം എന്ന് വേണം നമ്മൾ വിലയിരുത്താനായിട്ട്. എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറണം എന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പല മാധ്യമങ്ങളും ആളുകളോട് ചോദിച്ചപ്പോൾ ആളുകൾ പറഞ്ഞു, മാറണം. എന്തിനു മാറണം? അതിന് ഉത്തരവില്ല. എന്തിനു മാറണം എന്നുള്ള ചോദ്യത്തിന് യാതൊരുവിധ ഉത്തരവുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ. സ്വരാജ് പറഞ്ഞതിനായിരിക്കും കാരണം, ഇത്ര വർഷം അവർ ഭരിച്ചില്ലേ, ഇനി കുറച്ച് അവർ ഭരിക്കട്ടെ എന്നുള്ള. തീർച്ചയായിട്ടും ആ ഒരു മൈൻഡ് മാത്രമാണ്. കാരണം അത് കൂടാതെ തന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനാണ് ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത്. ഈ വെള്ളാപ്പള്ളി നടേശൻ ഒരു 150 മീറ്റർ മുഖ്യമന്ത്രിയുടെ കാറിൽ കയറി എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. എന്നാൽ അതിനെ പർവ്വതീകരിച്ച് ഇവിടുത്തെ മാധ്യമങ്ങളുണ്ട്. കാരണം വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രായത്തെ നമ്മൾ മാനിക്കേണ്ടതുണ്ട്. അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവനകളെ ഒരു തരത്തിൽ നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. അത് മുസ്ലിം വിരുദ്ധ നിലപാടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റുന്നതല്ല. പക്ഷേ കുറച്ചുകൂടിയൊക്കെ സംയമനം ഈ കാര്യത്തിൽ വെള്ളാപ്പള്ളി നടേശൻ പാലിക്കേണ്ടതായിരുന്നു. കാരണം പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുമായിട്ട് അടുത്ത ബന്ധം ഉള്ള സമയത്ത് അദ്ദേഹം നടത്തുന്ന പ്രസ്താവനകൾ കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്യുമെന്നുള്ളൊരു ധാരണ അദ്ദേഹത്തിന് ഉണ്ടാവേണ്ടതായിരുന്നു. അതുണ്ടായില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം VD സതീശൻ മുഖ്യമന്ത്രി ആയാലും കുഴപ്പമില്ല എന്ന രീതിയിലേക്കൊക്കെ സംസാരിക്കുന്നുണ്ട്. അതും നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തി കളയുന്ന കാര്യമാണ്. കാരണം ഓന്തിൻ്റെ പോലെയുള്ള ഒരു നിറം മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഏറെ വിമർശനം കേട്ടിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. എന്നാൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ചർച്ച ഉയർന്നു വന്നതോടുകൂടി അതിൽ നിന്നൊക്കെ അദ്ദേഹം രക്ഷപ്പെട്ടു. കഴിഞ്ഞ 25 വർഷക്കാലത്തെ മാധ്യമവേട്ടയിൽ നിന്നുമാണ് ശ്രീ പിണറായി വിജയന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് മോചനം കിട്ടിയിരിക്കുന്നത് എന്ന് വേണം നമ്മൾ പറയാനായിട്ട്. ഇവിടെ നമ്മൾ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഈ പിണറായി വിജയൻ 2-3 പ്രാവശ്യമാണ് കടക്കുപുറത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്, നികൃഷ്ടജീവി എന്നുള്ള പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്, പരനാറി എന്നുള്ള പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്കുള്ള പദപ്രയോഗങ്ങൾ ഇവിടെ VD സതീശൻ നടത്തിയിട്ടില്ലേ? എന്തുകൊണ്ടാണ് VD സതീശൻ നടത്തിയിട്ടുള്ള ആ പദപ്രയോഗങ്ങളെ വേണ്ട രീതിയിൽ മാധ്യമങ്ങൾ ഹൈലൈറ്റ് ചെയ്യാതിരുന്നത്? അത് മനഃപൂർവ്വമാണ് എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. എന്നാൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ചെറിയ നാക്കുപിഴകളെ പോലും വലിയ രീതിയിൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്.
ഇതിപ്പോൾ ഏതൊക്കെയാലും എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ ജനങ്ങൾ ആലോചിക്കുകയാണ്. കാരണം എത്ര ദിവസം ഒരു കാവൽ മുഖ്യമന്ത്രിയായിട്ട് ഇങ്ങനെ തുടരാൻ വേണ്ടി സാധിക്കും? 102 സീറ്റുകളാണ് UDF നൽകിയിരിക്കുന്നത്. 102 സീറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിസ്സാര ഭൂരിപക്ഷമൊന്നുമല്ല. കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്ര ഭൂരിപക്ഷം തന്നെയാണ് ഈ 102 സീറ്റുകൾ എന്ന് പറയുന്നത്. ആ 102 സീറ്റുകൾ നേടി ഒരു മുന്നണി അധികാരത്തിൽ വന്നിട്ടും അവരുടെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇപ്പോഴും പറയുന്നു, സ്വാഭാവികമായൊരു സമയം മാത്രമാണ് കോൺഗ്രസ് എടുക്കുന്നത്. എങ്കിൽ തന്നെയും അതിൻ്റെ പേരിൽ ഇവിടെ കാട്ടിക്കൂട്ടിയിട്ടുള്ള കോലാഹലങ്ങൾ. ഇന്നലെ ഡൽഹിയിൽ PB യോഗം നടന്നു. PB യോഗം നടന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നത് തന്നെ വൈകുന്നേരമാണ്. കൂടുതലായിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ ഒന്നും തന്നെ വരുന്നില്ല. അതുകൂടാതെ CPM-നെ സംബന്ധിച്ചിട്ട് CPM-നെ വലിച്ചു കീറി മാധ്യമങ്ങൾ ഭിത്തിയിലൊട്ടിക്കുന്ന രീതിയിലുള്ള വിമർശനങ്ങളുമായിട്ട് വരേണ്ടതായിരുന്നു. പക്ഷേ ഈ വിമർശനങ്ങളെല്ലാം അവസാനിച്ചു പോയി. എന്താ പറയുക, കാരണം പാർട്ടിയെ സംബന്ധിച്ചിട്ട് ഒരു വലിയ പരാജയത്തിൽ നിന്ന് എങ്ങനെ ജനങ്ങളോട് മറുപടി പറയും, ഈ പരാജയത്തെ പറ്റി എങ്ങനെ സംസാരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സംസാരിക്കാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി കസേരയെ ചൊല്ലിയുള്ള തർക്കം രംഗത്ത് വരുന്നത്. ഇനി ഇതിൽ കൂടുതലായിട്ട് എന്താണ് LDF-ന് സംസാരിക്കാനുള്ളത്? LDF കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ നടത്തിയിട്ടുള്ള ഭരണ നേട്ടങ്ങൾ, ആ ഭരണ നേട്ടങ്ങൾ എടുത്ത് മുൻപോട്ട് വയ്ക്കുന്ന സമയത്ത് അതിനെ മറികടക്കാൻ സാധിക്കുന്ന രീതിയിലുള്ളൊരു മുഖ്യമന്ത്രി കേരളത്തിൽ വന്നിട്ടേ കാര്യമുള്ളൂ. കാരണം വാചക കസർത്ത് കൊണ്ടൊന്നും കേരളത്തിൽ ഭരണം നടത്താൻ വേണ്ടി പറ്റത്തില്ല. അതിന് ഭരണ പരിചയം എന്നുള്ളത് ഒരു വളരെ അനിവാര്യമായൊരു ഘടകമാണ്. അതല്ലാതെ ഞാൻ കുറച്ചധികം ബിസിനസ് ഡീലുകൾ വിദേശത്തുള്ള കുറേ കമ്പനികളുമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്, അതല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള ചില സംഘടനകൾ പിന്തുണയ്ക്കുന്ന ബിസിനസ് ഗ്രൂപ്പുകളുടെ ബാക്കപ്പ് എനിക്കുണ്ട്, ആ ബാക്കപ്പ് വെച്ചിട്ട് ഞാൻ ഒരുപാട് ബിസിനസ് സംരംഭങ്ങൾ ഇവിടെ കൊണ്ടുവരും എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമില്ല. കാരണം വളരെ ബാലിശ്യമായിട്ടുള്ള ഒരുപാട് പ്രസ്താവനകൾ VD സതീശൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അതായത് വണ്ടികളുടെ റീമോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഉള്ളത് അതെങ്ങനെ നടപ്പിലാക്കും എന്നുള്ളതിനെക്കുറിച്ച് അറിയത്തില്ല. ഇപ്പോൾ KSRTC യാത്രയെക്കുറിച്ച് പറയുന്നുണ്ട്. KSRTC യാത്രയെക്കുറിച്ച് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത് 5 കിലോമീറ്റർ വരെയുള്ള യാത്രകൾ മാത്രമായിരിക്കും സൗജന്യമാക്കുക, അതിന് മുകളിലേക്കുള്ള യാത്രകൾ ചാർജബിൾ ആയിരിക്കും എന്നുള്ള രീതി വരുന്നുണ്ട്. അതില്ലെങ്കിൽ മറിച്ച് സൂപ്പർഫാസ്റ്റ് ബസ്സുകളൊക്കെ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോടിന് വരുന്ന വണ്ടിയും തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് വരുന്ന വണ്ടിയും എറണാകുളത്ത് നിന്ന് കാസർഗോഡേക്ക് പോകുന്ന വണ്ടിയൊക്കെ ഉണ്ട്. ഈ വണ്ടിയിലൊക്കെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ആ വണ്ടിക്കൊക്കെ എങ്ങനെ സർവീസ് നടത്താൻ വേണ്ടി സാധിക്കും? അതുകൂടാതെ തന്നെ 25 ലക്ഷത്തിന്റെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, ഇതിന്റെ പ്രീമിയം എങ്ങനെ കണ്ടെത്തും? അതുകൊണ്ട് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ സൗജന്യമായിട്ട് നൽകേണ്ടതുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ മുമ്പിൽ നിൽക്കുന്ന സമയത്താണ് കേരളത്തിലേക്ക് ഒരു പുതിയ മുഖ്യമന്ത്രി വരുന്നത്. അപ്പോൾ ആ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഭരണപരിചയം എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 6 ദിവസമായിട്ട് അല്ലെങ്കിൽ 7 ദിവസമായിട്ട് കേരളത്തിൽ നടക്കുന്ന ഈ സംഭവങ്ങൾ CPM-ന് വലിയൊരു ഉണർവ് നൽകിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ നേരെ വിപരീതമായിരിക്കും സംഭവിക്കുക. കാരണം ഈ LDF-ന്റെ 35 സീറ്റ് എന്നുള്ളത് ഇപ്പോൾ വേണമെങ്കിൽ അത് 105 സീറ്റായിട്ട് മാറും. 105 സീറ്റായിട്ട് മാറും. ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ കേരളത്തിലെ LDF-ന് ഭരണം നഷ്ടപ്പെട്ട 36 സീറ്റുകൾ നഷ്ടപ്പെട്ടത് വെറും 2 ലക്ഷത്തി വോട്ടിന് മുകളിൽ മാത്രമാണ്. 2 ലക്ഷം വോട്ടുകൾ മാറ്റാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ LDF തന്നെ വീണ്ടും അധികാരത്തിൽ വരുമായിരുന്നു. ഇത് കണക്കിൻ്റെ കളി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് വലിയൊരു പരാജയത്തിൽ നിന്ന് ഒരുപാട് വിമർശനങ്ങൾ ഏൽക്കേണ്ടിയിരുന്ന CPM-നും അതോടൊപ്പം തന്നെ പിണറായി വിജയനും ആവേശം നൽകുന്ന അല്ലെങ്കിൽ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ തിരിച്ചു വരാൻ സാധിക്കുന്നതാണ് കഴിഞ്ഞ 6-7 ദിവസങ്ങളിൽ കേരളത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ എന്ന് വേണം നമ്മൾ വിലയിരുത്താനായിട്ട്. ഏതൊക്കെയാലും ഒരു കാര്യം നമുക്ക് പറയാം, ഒരു ശക്തമായൊരു പ്രതിപക്ഷമായിട്ട് ഈ തോമസ് ആദ്യം പറഞ്ഞതുപോലെ തന്നെ സഖാവ് പിണറായി വിജയൻ തന്നെ ആയിരിക്കും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ട് വരിക. ശക്തമായൊരു പ്രതിപക്ഷമായിട്ട് സഖാവ് പിണറായി വിജയൻ കേരളത്തിലുണ്ടാവും. CPM, LDF ഒക്കെ ഇവിടെ ഉണ്ടാകും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. സാന്നിധ്യം അറിയില്ല മലയാളികൾ ഇപ്പോഴെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ, കാരണം ഇത് ഇത്രയും ചരിത്ര വിജയം നേടിയിട്ട് എന്തായി പറയുന്നത്? അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് VD സതീശനാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഒരിക്കലും ആരും പ്രചരണം നടത്തിയിട്ടില്ലല്ലോ. അല്ലെങ്കിൽ പുള്ളി വനവാസത്തിന് പോകണമെന്ന് പുള്ളി സ്വയം പ്രഖ്യാപിച്ചതാണ്, ആരും നിർബന്ധിച്ചതല്ല. ഇപ്പം ഞാൻ പറയട്ടെ, കാരണം ഈ പറഞ്ഞ പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും നിലമ്പൂരും പാലക്കാടും ഒക്കെ പോയിട്ട് ജയിക്കുമെന്നറിയാവുന്ന സ്ഥലങ്ങളിൽ പോയിട്ടാണ് അദ്ദേഹം പറഞ്ഞത് തോറ്റാൽ അതെൻ്റെ കുറ്റം, ജയിച്ചാൽ അതെല്ലാവരുടെയും എന്ന് പറഞ്ഞത്. അവിടെ തന്നെ ഞാൻ എന്നൊരു ഭാവമില്ലേ? കാരണം എന്തുകൊണ്ടാണ് ഈ MLA-മാരൊക്കെ 2021 ഈ പറഞ്ഞ VD സതീശനെ പിന്തുണച്ച പല MLA-മാരും എന്തുകൊണ്ടാണ് ഈ 2026 എത്തുമ്പോഴത്തേക്ക് അദ്ദേഹത്തെ പിന്തുണയ്ക്കാത്തതിന് കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഏകാധിപത്യ പ്രവണതയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഏകാധിപതിയെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല. അതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഇനി വരാൻ പോകുന്നത്
കോൺഗ്രസിൻ്റെ സുവർണ്ണകാലമാണോ അതോ CPM-ൻ്റെ സുവർണ്ണകാലമാണോ എന്ന് കാലം തെളിയിക്കേണ്ടതുണ്ട്. ശക്തമായൊരു പ്രതിപക്ഷമായിട്ട് കേരളത്തിൽ പിണറായി വിജയനും LDF-ഉം ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഇപ്പോൾ നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയനായിരുന്നു ശരി. കാരണം ഇനി അടുത്ത മാസം ഈ പെൻഷൻ കൊടുക്കണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുടങ്ങി തുടങ്ങുന്നതോട് കൂടിയിട്ടാണ് ജനങ്ങൾ ചിന്തിക്കാൻ വേണ്ടി തുടങ്ങുന്നത്. കാരണം 10 വർഷം ഒരാളെ തന്നെ കണ്ടുകൊണ്ടിരുന്നു. പക്ഷേ അയാൾ എല്ലാ നന്മകളും സൗഭാഗ്യങ്ങളും കേരളത്തിന് നൽകിക്കൊണ്ടിരുന്നു. പക്ഷേ അയാളെ ഞങ്ങൾക്ക് വേണ്ട എന്ന് മലയാളി തീരുമാനിച്ചു. അതിൻ്റെ പ്രതിഫലനങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതൊക്കെയാലും ഇന്നോ നാളെയോ അല്ലെങ്കിൽ 13-ാം തീയതിക്ക് മുമ്പായിട്ടെങ്കിലും കേരളത്തിന് ഒരു മുഖ്യമന്ത്രി ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. വരും ദിവസങ്ങൾ ഏതൊക്കെയാലും വളരെ ശക്തമായിട്ട് തന്നെ LDF കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകും എന്ന് തന്നെ വേണം നമ്മൾ പ്രതീക്ഷിക്കാനായിട്ട്. പിണറായി വിജയനായിരുന്നു ശരിയെന്ന് കേരളം ഇനി പറഞ്ഞു തുടങ്ങും.